ഇറാനെ ഇല്ലാതാക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കുകയില്ല എന്ന് ബൈബിൾ പറയുന്നു. ഈ വിഷയമാണ് വിശദീകരിക്കാൻ പോകുന്നത്. താഴെ എഴുതിയിരിക്കുന്നതായിട്ടുള്ള വിശദീകരണം വായിക്കാം. ഇപ്പോൾ നടക്കുന്ന ഇറാൻ ഇസ്രായേൽ അമേരിക്ക യുദ്ധത്തിൽ ഇസ്രായേലിന് ജയമുണ്ടെങ്കിലും ഇറാനെ പൂർണ്ണമായി തകർക്കുവാൻ സാധിക്കുകയില്ല. ബൈബിളിലെ എസെക്കിയേൽ അധ്യായം 38 വചനങ്ങൾ ഇക്കാര്യം വ്യക്തമാക്കുന്നു. എസെക്കിയേൽ അധ്യായം 38 1 മുതൽ 17 വരെയുള്ള വചനങ്ങളിൽ പറയുന്ന യുദ്ധമാണ് മൂന്നാം ലോകമഹായുദ്ധം. ഇക്കാര്യം മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ നമ്പർ 129. ഈ യുദ്ധം 3.5 വർഷക്കാലമായിരിക്കും. വെളിപ്പാട് 9 അധ്യായത്തിൽ പറയുന്ന ഭൂമിയിലെ 1/3 മനുഷ്യർ മരിച്ചു പോകുമെന്ന് പറയുന്ന യുദ്ധവും ഇതുതന്നെയാണ്. എന്നാൽ ഇപ്പോഴത്തെ ഇറാൻ ഇസ്രായേൽ അമേരിക്ക യുദ്ധം മൂന്നാം ലോകമഹായുദ്ധമായി മാറുകയില്ല. ഇപ്പോഴത്തെ ഈ യുദ്ധത്തിൽ ഇറാൻ പൂർണ്ണമായും നശിച്ചു പോയാൽ എസെക്കിയേൽ 38 പറഞ്ഞിരിക്കുന്ന മൂന്നാം ലോകമഹായുദ്ധത്തിന് ഇറാൻ, അതായത് പാർസികൾ, ഉണ്ടായിരിക്കുകയില്ല. എന്നാൽ എസെക്കിയേൽ 38 ഇറാൻ മൂന്നാം ലോകമഹായുദ്ധത്തിൽ ഒരു പ്രധാന രാജ്യമായതിനാൽ ഇപ്പോഴത്തെ യുദ്ധത്തിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇറാനെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ സാധിക്കുകയില്ല. ഇറാൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ ഒരു മിതവാദിയായ ഭീകരനാണ്. അവൻ മറ്റു മുസ്ലിം രാജ്യങ്ങളെ അമേരിക്കയ്ക്കും ഇസ്രായേലിനും എതിരായി സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും IRGC എന്ന ഇറാൻ്റെ ഭീകര സൈന്യത്തിലെ ഭീകരർ പെഷസ്കിയാൻ്റെ മിതവാദം അംഗീകരിക്കാതെ ചുറ്റുമുള്ള ഇസ്ലാമിക രാജ്യങ്ങളെ ആക്രമിക്കുകയാണ്. ഇതിനു കാരണമായി അവർ പറയുന്നത് അമേരിക്കയുടെ മിലിറ്ററി ബേസുകൾ ചുറ്റുമുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഇറാൻ്റെ ഇങ്ങനെയുള്ള ആക്രമണങ്ങൾക്ക് സർവ്വ പിന്തുണയും കൊടുക്കുന്നത് ചൈനീസ് പ്രസിഡൻ്റായ ഷീ ജിൻപിങ് ആണ്. അവനാണ് ഇറാൻ്റെ ഭീകര സഹായികളായ ഹമാസ്, ഹിസ്ബുള്ള, ഹൂതികൾ തുടങ്ങിയ ഭീകരന്മാർക്ക് ഭൂമിക്കടിയിൽ തുരങ്കങ്ങൾ ഉണ്ടാക്കുവാനുള്ള സകല സന്നാഹങ്ങളും ചെയ്തു കൊടുത്തത്. തന്നെയുമല്ല, അവർക്ക് വേണ്ട റോക്കറ്റുകളും ബോംബുകളും തോക്കുകളും ഒക്കെ അവൻ കൊടുത്തിരിക്കുന്നതാണ്. ഹമാസ്, ഹിസ്ബുള്ള തുടങ്ങിയ ഭീകരന്മാരുടെ ഭൂമിക്കടിയിലെ തുരങ്കങ്ങൾ ഇസ്രായേൽ തകർത്തു നശിപ്പിച്ചു. ഇക്കാര്യം ഷീ ജിൻപിങ്ങിന് തീരെ സഹിക്കാവുന്ന കാര്യമല്ല. ഇറാനിലും അവൻ ഇങ്ങനെയുള്ള തുരങ്കങ്ങളും യുദ്ധസന്നാഹങ്ങളും ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള വലിയ തുരങ്കങ്ങളിൽ ചൈനയുടെ നൂതനമായ അനവധി ബോംബുകളും റോക്കറ്റുകളും ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. അതെല്ലാം തകർക്കുവാൻ എളുപ്പമല്ല. ഇപ്പോൾ ഷീ ജിൻപിങ് പറയുന്നത് എല്ലാ മുസ്ലിം രാജ്യങ്ങളും ഒന്നിച്ച് ഇസ്രായേലിനെ നശിപ്പിച്ചാൽ പ്രശ്ന പരിഹാരം ഉണ്ടാകുമെന്നാണ്. പെഷസ്കിയാൻ്റെ വാദവും ഇതുതന്നെയാണ്. ഈ രണ്ട് ഭീകരന്മാരുടെയും നാശത്തിനായിട്ടാണ് അവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റഷ്യയുടെ റൗഡി രാജാവായ പുടിനും ഇറാൻ്റെ ഭീകരപ്രവർത്തനങ്ങളിൽ സഹായിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. ഇവൻ്റെയും നാണംകെട്ട നാശമുണ്ടാകും. ബൈബിളിൽ മൂന്നാം ലോക മഹായുദ്ധത്തിൽ അമേരിക്കയെപ്പറ്റി പരാമർശിക്കുന്നില്ല. അതിനാൽ ആ യുദ്ധത്തിന് മുമ്പ് തന്നെ അമേരിക്ക ഒരു സാധാരണ യൂറോപ്യൻ രാജ്യം പോലെ ആയിത്തീരുമെന്ന് മനസ്സിലാക്കാവുന്നതാണ്. നാലാം ലോകമഹായുദ്ധത്തിൽ ഇറാൻ ഉള്ളതായി പറഞ്ഞിട്ടില്ല. എസെക്കിയേൽ അധ്യായം 38 18 മുതൽ 21 വാക്യങ്ങളിലും അധ്യായം 39 കംപ്ലീറ്റിലുമാണ് ഈ നാലാം ലോകമഹായുദ്ധത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ ആ സമയത്ത് ഇറാൻ യുദ്ധത്തിനുള്ള ശേഷിയില്ലാത്ത ഒരു രാജ്യമായിരിക്കും. നാലാം ലോകമഹായുദ്ധം 3.5 വർഷമായിരിക്കും. അതിൻ്റെ അവസാനത്തിലാണ് ഹർമഗദോൻ യുദ്ധമുണ്ടാകുന്നത്. വെളിപ്പാട് പുസ്തകം 16 6 കലശം ഒഴിച്ചതിന് ശേഷമാണ് ഇത് സംഭവിക്കുന്നത്. ഈ യുദ്ധത്തിൻ്റെ അവസാനത്തിൽ നിവൃത്തിയില്ലാതെ ഇസ്രായേൽ യേശുക്രിസ്തുവിനോട് രക്ഷയ്ക്കായി നിലവിളിക്കും. ആ സമയം അവിടുന്ന് മധ്യാകാശത്തിൽ പ്രത്യക്ഷപ്പെടുകയും ഇസ്രായേലിനെ രക്ഷിച്ച് അവർക്ക് അവരുടെ രാജ്യം പൂർണ്ണമായി സ്ഥാപിച്ചു കൊടുക്കുകയും ചെയ്യും. ഇസ്രായേലിൻ്റെ സകല ശത്രുക്കളും നശിച്ചു പോകും. കൂടുതൽ വിവരങ്ങൾക്കായി ഫേസ്ബുക്ക് ഫയൽ നമ്പർ 122 അല്ലെങ്കിൽ വീഡിയോ നമ്പർ 129 കാണുക. അതിൽ എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലെ 38, 39 അധ്യായങ്ങളിലെ വചനങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഭൂമിയിലെ 5 മഹായുദ്ധങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളും അതിൽ കൊടുത്തിട്ടുണ്ട്.